നമസ്കാരം. പ്രകൃതി, ഗ്രഹങ്ങൾ, മറ്റ് ഊർജങ്ങൾ എന്നീ 5 ഘടകങ്ങളുടെ ഒരു സന്തുലിതാവസ്ഥയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്രപരമായി വീടുകൾ നിർമ്മിച്ചാൽ നമുക്ക് സമാധാനവും സന്തോഷവും ആയുസ്സും ഒക്കെ വർദ്ധിക്കുവാൻ കാരണമാകുന്നു. അപ്പോൾ അതനുസരിച്ച് വീടുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈറ്റ് ടിവിയുടെ കേരള ഗൈഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോട്ടയം തിരുനക്കര ശ്രീനിവാസ് അയ്യർ റോഡിൽ പ്രവർത്തിക്കുന്ന വേദിക് ഹാബിറ്റാറ്റ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ എന്നിട്ട് 150-ൽ പരം വീടുകൾ നിർമ്മിച്ച് ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വേദിക് ഹാബിറ്റാറ്റ് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ MD ബഹുമാന്യനായ രാജേഷ് സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറ്, എന്താണ് വേദിക് ഹാബിറ്റാറ്റ്? വേദിക് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വൈഡായിട്ടുള്ള ഒരു വിഭാവനം ചെയ്ത ഒരു ഫേമാണ്. കാര്യം പ്രകൃതി സൗഹൃദമായിട്ട് വളരെ മനോഹരമായ പേര്, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പ്രകൃതി സൗഹൃദമായിട്ട് വീടുകൾ ഡിസൈൻ ചെയ്യുകയായി അത് പ്രകൃതിയിൽ ഇണങ്ങി നിൽക്കുന്ന വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയാം. എത്ര വർഷമായി നമ്മൾ ഇത് ആരംഭിച്ചിട്ട്? ഇത് ആരംഭിച്ചിട്ട് ഇപ്പോൾ 16-17 കൊല്ലമായി. സ്വന്തമായിട്ട് ഞാൻ ശങ്കർജിയുടെ കൂടെ ആയിരുന്നു. ശരി. സ്വന്തമായിട്ട് ഫേം ഉണ്ടായത് 16 കൊല്ലം. വാസ്തുശാസ്ത്രപരമായി കാര്യങ്ങൾ നോക്കിയിട്ടാണോ നമ്മളെ വീടുകൾ? അതെ, ഞാൻ വാസ്തു പഠിച്ച ആറന്മുള വാസ്തുവിദ്യാപീഠത്തിൽ നിന്നും അവിടെ നിന്ന് ഡൽഹി മഹർഷി വേദിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യൻ ആർക്കിടെക്ചറിൽ ഡിപ്ലോമ എടുത്ത. ഒരു വീട് നിർമ്മിക്കുമ്പോൾ വാസ്തുശാസ്ത്രപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാർ? വീട് ചെയ്യുമ്പോൾ മാത്രം പോരാ, സ്ഥലം മേടിക്കുമ്പോഴും തൊട്ട് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഒരു സ്ഥലം പ്രോപ്പറായിട്ട് കാറ്റും വെളിച്ചമുള്ള സ്ഥലങ്ങളിലാണോ, അല്ലെങ്കിൽ ഈ ഒരു വീട് ചെയ്യാൻ പറ്റുന്ന അതാണോ, ആംബിയൻസ് ആണോ എന്ന് ആദ്യം നോക്കണം. പിന്നെ എന്നുള്ളത് ആ സ്ഥലം ദർശനം അനുസരിച്ച് കറക്റ്റായിട്ട് ദിക്കിനനുസരിച്ചാണോ നോക്കണം. പിന്നെ അവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കണം. പിന്നെ ഈ പറഞ്ഞ ചില ഭൂമികളെന്ന് പറയുന്നത് അതിൻ്റെ കിടപ്പ്, അതെല്ലാം ഈ വാസ്തുപരമായിട്ടുള്ള ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് വീട് വെക്കുന്ന സമയത്ത് വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ നോക്കുക, അതിൻ്റെ കണക്കുകൾ ഒരു പ്രൊപ്പോർഷണേറ്റായിട്ട് സംവേദിപ്പിക്കുക. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിൻ്റെ ഇതിൽ ഞങ്ങൾ നോക്കി ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടോ, അതോ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ടോ? ഇന്ന രീതിയിലുള്ള പ്ലാൻ ചില ആൾക്കാർ വരുമ്പോൾ നമ്മളോട് ചോദിക്കും, ചില ആൾക്കാരോട് നമ്മൾ അങ്ങോട്ട് പറയും ഇന്ന കാര്യങ്ങൾ നോക്കണം എന്ന് പറയും. ചിലരിതൊന്നും വേണ്ടാന്ന് പറയും. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ ഇത് നോക്കി സന്നിവേശിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്കാണ് ക്രോസ് വെന്റിലേഷൻ കിട്ടും, സഫക്കേഷൻ ഇല്ലാതിരിക്കും. വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ വലിയൊരു സ്വാതന്ത്ര്യം പോലെ നമുക്കൊരു ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്നൊരു ഫീലിങ്സ് ഉണ്ടാവും. ആ വീട്ടിൽ നിന്ന് പിന്നെ വെളിയിൽ ഇറങ്ങി പോകാൻ തോന്നത്തില്ല. എന്നാൽ അതാണ് ശരിക്കും വാസ്തുപരമായൊരു വീടിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ വീടിൻ്റെ ഒരു വാസ്തു നിലവാരം എന്ന് പറയുന്നത്. ഒരു വീടിൻ്റെ പ്ലാൻ ഉൾപ്പെടെ വർക്കുകൾ മൊത്തത്തിൽ നമ്മൾ ചെയ്യാറുണ്ടോ സാർ? ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് ശരിക്കും എൻ്റെ അടുത്ത് ചെയ്യുന്നത് സ്ഥലം നോക്കുമ്പോൾ തൊട്ട് അതിൻ്റെ പ്ലാൻ ഡിസൈനിങ്, പിന്നെ അതിൻ്റെ സ്ഥലത്തിൻ്റെ കിടപ്പ് ലെവലിങ്, അവിടെ തൊട്ട് ഓണറുടെ മനസ്സിലിരിക്കുന്ന അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യുക, ആ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുക, എന്നിട്ട് അതിന് സാങ്ഷൻ മേടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് ഒരു എസ്റ്റിമേഷൻ എടുത്ത് കൊടുക്കുക, ആ എസ്റ്റിമേഷൻ്റെ ഫൈനലിലേക്ക് വർക്ക് എടുത്ത് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വാസ്തുവൊക്കെ നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? വാസ്തു നോക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും വാസ്തു നോക്കി തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാ വർക്കും അങ്ങനെ ചെയ്യാറുള്ളൂ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ചെയ്യാം. അല്ല, ഞാനിങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയ തങ്ങളുടെ ഇതിൻ്റെ ഹാബിറ്റാറ്റിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് സിമെൻറ്റും കമ്പിയുമല്ല ഒരു വീടെന്ന് പറയുന്നത്, ഒരു സൗഹൃദമാണ്, ഒരു സ്നേഹമാണ്, പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു രൂപകൽപ്പന. അതിനാണോ താങ്കൾ മുൻതൂക്കം? അതാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. നമ്മളെ ഇത് തന്നെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ സ്വപ്നം തന്നെ അങ്ങനെയുള്ള വീടുകളാണ് ശരിക്കും പറഞ്ഞാൽ. സിമെൻറ്റും കമ്പിയും മാത്രം വെച്ചിട്ടുള്ളൊരു വീടുകളല്ല, മറിച്ച് നമ്മളൊരു ക്ലയൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോഴോ നമ്മുടെ അടുത്തുള്ള ക്ലയൻറ്റുമായിട്ടോ നമ്മൾ അത്രമാത്രം അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ചിട്ടാണ് ആ വീട് ചെയ്യുന്നത്. ആത്മബന്ധം ഉണ്ടാകും. അതിപ്പം ആരാണേലും നമുക്ക് സംവേദിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ കയ്യിലേ പ്ലാൻ എപ്പോഴും കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ പ്ലാൻ ചെയ്യാൻ ഏൽപ്പിക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഗുണം വെച്ചാൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത പല അർത്ഥതലങ്ങളും ആ വീടിൻ്റെ കൺസ്ട്രക്ഷനകത്ത് വന്നുവിടും. അത് അതിൻ്റെ ആ
പണിയിക്കുന്ന ആരാണോ അവർക്കത് വളരെ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ ഒരു അനുഭവം. ശരിക്കും ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പഴയ വീടുകളൊക്കെ ഇങ്ങനെ റിനോവേഷൻ നടത്തി വാസ്തുശാസ്ത്രം നോക്കി ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പഴയ വീടുകൾക്കുള്ള അവരുടെ പല ആൾക്കാരെ സമീപിക്കുന്നുണ്ട്. പല നല്ല വലിയ വീട് പല നല്ല പ്രൊജക്റ്റുകൾ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പഴയ വീടുകൾ പൊളിച്ച് അത് റിനോവേറ്റ് ചെയ്ത് പുതിയ അതിൻ്റെ ആ തനിമ പോകാതെ അത് പുതുമയായി നിലനിർത്തി കൊടുക്കാറുണ്ട്, വാസ്തു അനുസരിച്ച് കറക്റ്റ് ചെയ്ത്. അപ്പോഴൊക്കെ അവിടുത്തെ ആ പ്രശ്നങ്ങളും അതിൻ്റെ അകത്ത് അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി പിന്നീട് അവർ പലരും പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തതിന് ശേഷം വളരെ ഭംഗിയായി, ഞങ്ങൾക്ക് വളരെ തൃപ്തിയായിരുന്നു, ഞങ്ങൾക്ക് നല്ല അനുഭവമാണ്, നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു ശാസ്ത്രം തന്നെയാണല്ലേ സാർ? ശാസ്ത്രമാണ്, സയൻസാണ്. ശാസ്ത്രം സയൻസാണ്. അതിൻ്റെ സയൻറ്റിഫിക് വശം മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അല്ലാതെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഒന്നിനും ഉണ്ടാവും. നമ്മളെടുക്കുന്ന അതിൻ്റെ സയൻറ്റിഫിക് അപ്രോച്ചാണ്. എന്നാൽ അങ്ങനെ ഒരു ആവശ്യമില്ലാതെ ഒരാളെയും വാസ്തുവിൻ്റെ പേരിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടിക്കാറില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നു അല്ലേ, പറയും. അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗുണമോ അല്ലാതെ അതിൻ്റെ അകത്തൊരു വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു തലം നമ്മൾ കടത്താറില്ല. സാർ, ഈ പുതിയ ജനറേഷൻ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരൊരു നിർമ്മാണത്തിന് വേണ്ടി നമ്മളെ സമീപിക്കുമ്പോൾ വാസ്തുശാസ്ത്രം എത്രത്തോളമാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവരെ എങ്ങനെ നമ്മൾ അതിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കും? അല്ല, ഇതിൻ്റെ അത് പുതിയൊരു ആൾക്കാർക്ക് വാസ്തുശാസ്ത്രം വേണോ വേണ്ടയോ അല്ല അവരുടെ ജീവിതം വളരെ ഫാസ്റ്റാണ് എന്നുള്ളതല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൽ നമ്മളത് ഇപ്പം നല്ല ഒരു പുതിയതായാലും പഴയതായാലും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല വാസ്തു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നടക്കാൻ പഠിച്ചാലോ ഓടാൻ പഠിച്ചാലോ എന്ന് പറഞ്ഞ പോലെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു പ്രോജക്റ്റ് വാസ്തു ഇംപ്ലിമെൻറ്റ് അത് പുതിയതായാലും ചെയ്യാൻ പറ്റും. പഴയതിനകത്ത് ചെയ്യുന്നതിൽ അതേ തലങ്ങളിൽ തന്നെ പുതിയ ഏത് രീതിയിൽ വീട് പണിതാലും വാസ്തു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിൻ്റെ സുഖം അവർക്ക് കിട്ടുകയും ചെയ്യും. അവർക്ക് വേണോ വേണ്ടി എന്നുള്ളതല്ലല്ലോ, നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മളത് വളരെ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ളതാണ്. വേദിക് ഹാബിറ്റാറ്റിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത കോസ്റ്റ് കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയി ബഡ്ജറ്റ് എത്രയാണോ അതിനേക്കാളും കുറച്ച് മനോഹരമായി നിർമ്മിക്കുക എന്നുള്ളതാണ്. അതേക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ കോസ്റ്റ് നമ്മൾ ഈ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ കോസ്റ്റ് കുറവ് എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. അതെ. പ്ലാൻ ഡിസൈൻ ചെയ്ത് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് പ്ലാൻ സ്ട്രക്ചർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊരിക്കലും അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ പറയുന്നൊരു കോസ്റ്റിൽ നിൽക്കത്തില്ല. മനസ്സിലായോ? നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെയും ഒരേ പെർഫോമേ പോയെങ്കിൽ ഒരേ എസ്റ്റിമേഷനിൽ പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ കോസ്റ്റ് പിടിച്ചെടുത്താൽ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പക്ഷേ പിന്നീട് ഇത് ഫിനിഷിങ് വരുമ്പോൾ ഇൻറ്റീരിയറും ഒക്കെ ആയിട്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ടൈൽസും ഒക്കെ സെലക്ട് ചെയ്യുന്നതിനകത്തൊക്കെ ആണ് ഈ കോസ്റ്റ് വൈസ് സംഭവം ഇരിക്കുന്നത്. പക്ഷെ ആ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങൾ വളരെ വലുതായി പോവുകയും ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വീടുകൾ ചെയ്യുകയും എന്നാൽ ഇൻസൈഡിൽ കയറുമ്പോൾ അതൊരു വലിയ ഇൻറ്റീരിയർ വർക്കിന് ഹൈ കോസ്റ്റ് വർക്ക് ആകുകയും ചെയ്യുന്നൊരു തലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ സ്വപ്നമല്ല സാർ വീട്. നമ്മൾ പിന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഇൻ്റർലോക്ക് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഇഷ്ടിക ഉപയോഗിക്കും. അവിടെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പുറം തേക്കാതെയും ഇൻസൈഡ് തേക്കാതെയും ഒക്കെ വളരെ ചുരുങ്ങിയ ചിലവിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു 500 സ്ക്വയർ ഫീറ്റ് 600 സ്ക്വയർ ഫീറ്റിലൂടെ 10 ലക്ഷം രൂപയ്ക്ക് തീർക്കുന്നത് അങ്ങനെ തീർക്കുന്നത്. ആ രീതിയിൽ മെറ്റീരിയൽ ചൂസ് ചെയ്തും അതിൻ്റെ ഇൻറ്റീരിയർ ചൂസ് ചെയ്തും ഒക്കെയാണ് അത് ആ രീതിയിൽ തീർക്കാൻ നമുക്ക് പറ്റുന്നത്. അങ്ങനെ ഒത്തിരി വീടുകൾ നമ്മൾ സാധാരണക്കാരിൽ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ വലിയ വീടുകളും 1 കോടി രൂപയ്ക്ക് അടുത്ത് വരുന്ന വീടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ആവശ്യത്തിന് അവർ തിരഞ്ഞെടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചൊക്കെയാണ് ഏരിയ ഇതൊക്കെ വലിയ ഘടകമില്ലാത്തെന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ ആ രീതിയിലാണ് വർക്കുകളെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ പിന്നെ എല്ലാത്തിനും നമ്മളെടുത്ത് വരുന്ന പ്ലാൻ ഡിസൈൻ ചെയ്ത് അവർ ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള എസ്റ്റിമേഷൻ എടുത്ത് കൊടുക്കും. എന്താണെന്ന് ആദ്യം നമ്മൾ ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ, എന്ത് ഘടകങ്ങളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത്. അതനുസരിച്ചിട്ട് നമ്മളൊരു ഡീറ്റെയിൽ എസ്റ്റിമേഷൻ എടുക്കും. ആ എസ്റ്റിമേഷൻ്റെ ഫൈനലത്തേക്ക് നമ്മൾ വർക്കൊക്കെ ചെയ്ത് കൊടുക്കും. നമ്മുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ആളുകൾ എങ്ങനെയാണ് താങ്കളെ കോൺടാക്ട് ചെയ്യേണ്ടത്? എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് വേദിക് ഹാബിറ്റാറ്റിൻ്റെ ഓഫീസ് തിരുനക്കര അമ്പലത്തിൻ്റെ വടക്ക് വശത്താണ്. ശ്രീനിവാസ് അയ്യർ റോഡിൽ താഴത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തിരിക്കുന്ന 3 നില കെട്ടിടത്തിന് 2ാം നില ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളും ബിൽഡിങ്ങിൻ്റെ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞു തന്ന രാജേഷ് സാറിന് പ്രത്യേക നന്ദി. തിരക്കുള്ള സമയത്ത് ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ അറിയുന്നതിനും അതനുസരിച്ചുള്ള വീടുകൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേദിക് ഹാബിറ്റാറ്റ് നമുക്കൊരു മുതൽക്കൂട്ടാണ്. നിങ്ങൾ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.